ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നേരെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. ഞാനിത് തൊലി കളഞ്ഞിട്ട് തന്നെ ഇത് വേവിക്കാൻ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചൂടോടുകൂടി ഉടക്കുന്ന സമയത്താണ് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്ക് ഉടക്കാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് തന്നെ വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് തൊലി കളയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടാറ്റോ മാഷറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ചെറിയൊരു ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങ് ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു പിടി മല്ലിയില എന്തായാലും എടുക്കുക കേട്ടോ. പിന്നെ മല്ലിയിലയേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളിയോ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓവറായിട്ട് പോകണ്ട കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും വേണ്ട. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ കിട്ടണം. ആ ഒരു പരുവാവുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ആ ഒരു ഉരുളക്കിഴങ്ങിൽ ആ ഒരു വെള്ളമൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ആക്കിയിട്ടെടുക്കുക. ഇതതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടണം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ള കടിയായിട്ട് കിട്ടും. നമ്മൾ മൈദയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും ഒരു അരക്കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതാ ഇതുപോലത്തെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാനിതാ ഈ ഒരു ഷേപ്പിലങ്ങ് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതാ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായ ശേഷം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റിൻ്റെ അടുത്തോളം അതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളിൽ ഉണ്ടാവുക. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതാ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല സിമ്പിൾ റെസിപ്പീസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ മൊത്തത്തിലിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.